ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ദേ ഇന്ന് നമ്മുടെ തുമ്പി മോളുടെ ഒന്നാമത്തെ പിറന്നാളാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ദേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയായിരുന്നു കേട്ടോ. ദോശയും ചമ്മന്തി ആയിരുന്നു. അതിനുശേഷം സുധിച്ചേട്ടനെ ഞാൻ കടയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് കുറച്ച് സാധനങ്ങളോടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതേ സുധിച്ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ സുധിച്ചേട്ടന് ഉച്ചയ്ക്ക് തിന്നാനുള്ള ഫുഡാണ് ഞാൻ ആ ഒരു കവറിലാക്കി കൊണ്ടേ കൊടുത്തത്. അതിനുശേഷം ദേ സുക്രുവിനെ നേഴ്സറിയിലാക്കിയിട്ട് വേണം സുചേട്ടൻ ഷോപ്പിലേക്ക് പോവാൻ. ഞാൻ ഇന്ന് പോയിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് ലീവാണ്. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കൂല. നമ്മുടെ പാർട്ടി വെച്ചിരിക്കുന്നത് വൈകുന്നേരമാണ്. പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയതായിട്ടൊന്നും ആരും സങ്കല്പിക്കേണ്ട. കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ വിളിച്ചിട്ടുള്ളത്. നമ്മൾ വളരെ ചുരുക്കി നടത്താമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഇതിനു മുന്നേ എന്റെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ദേ സുചേട്ടൻ മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങൾ നമ്മുടെ പായസത്തിനുള്ള പാല്, സേമിയോ, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ അണ്ടിപ്പരിപ്പ് വാങ്ങിക്കാൻ പറഞ്ഞു. 2 പാക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞപ്പോ 1 പാക്കറ്റ് വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് ഇനിയിപ്പോ ഞാൻ പോയി വാങ്ങിക്കണം. പിന്നെ ഇതെന്തുട്ടാ, ഇത് മല്ലിയില അങ്ങനത്തെ സംഭവം, പിന്നെ നമ്മുടെ തൈര്, പിന്നെ സവാള, തേങ്ങ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതെപ്പോഴും എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മ കുറെ സാധനങ്ങൾ പറയും, കുറെയൊക്കെ മറന്നു പോകും, അങ്ങനെയൊക്കെ. അപ്പൊ ഇനി കുറച്ച് സാധനങ്ങൾ ഞാൻ ഇന്ന് വൈകുന്നേരം പോയി മേടിക്കും. നമ്മുടെ പായസത്തിനുള്ള മിൽക്ക് മെയ്ഡ് മേടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ലിസ്റ്റ് എഴുതി കൊടുത്തില്ല, അതാണ് മേടിക്കാഞ്ഞത്. അതിനുശേഷം ദേ അമ്മ അവിടെ കരിമീൻ നമ്മൾ നന്നാക്കി മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് രാത്രി വറുക്കുള്ളൂ കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സലാഡില്ല, അതും ശരിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം ദേ ചിക്കൻ മുളക് പുരട്ടി വെക്കുന്നുണ്ട്. നമ്മൾ വറുത്തിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. പിന്നെ അതേ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇതില് ചിക്കൻ ഞാൻ വറുക്കുന്നുണ്ട്, പക്ഷെ കറി അമ്മയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ബിരിയാണിയും പായസവും അല്ലേ നമുക്ക് വേറെ ഉള്ളൂ, അത് ഞാനാണ് വെക്കുന്നത്. അത്ര ഐറ്റംസേ നമ്മൾ ഇന്ന് ഫുഡായിട്ടുള്ളൂ കേട്ടോ. ബീഫും കൂടെ മേടിക്കാൻ പറഞ്ഞിരുന്നു, പക്ഷെ ബീഫ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കിയത്. അല്ലെങ്കിൽ ബീഫ് ബിരിയാണിയും ചിക്കൻ വറുത്തതും ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ചിക്കനൊക്കെ 2 പാനിൽ വെച്ചിട്ട് വറുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് ഡ്രൈ ഫ്രൈ ആക്കുന്നില്ല, നമ്മൾ കറി വെക്കാനാണല്ലോ. അപ്പൊ ദേ ചിക്കനൊക്കെ വറുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ പണി കൂടുതൽ എളുപ്പമായിരിക്കുമല്ലോ. അതിനുശേഷം ഞാൻ ബിരിയാണി അരി, നമ്മൾ ജീരകശാല അരിയാണ് എടുക്കുന്നത്. എനിക്ക് ആ ഒരു കുഞ്ഞു ടൈപ്പ് അരിയാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് സുചേട്ടനൊക്കെ അതാണ് ഇഷ്ടം. അമ്മ അടുക്കളയിൽ കയറുന്ന നേരം ഞാൻ തുമ്പിനെ നോക്കും. ഞാൻ അടുക്കളയിൽ കയറുന്ന നേരം അമ്മ തുമ്പിനെ നോക്കൂട്ടെ. കാരണം തുമ്പിക്ക് ഇന്ന് നേരെ ഒരു വയ്യായിക ഉണ്ട്. പനിയാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവൾക്ക് ശരീരമൊക്കെ വേദന എടുക്കണം തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പാരസെറ്റാമോൾ സിറപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വയ്യായിക ഉണ്ട്. അവളുടെ ജന്മമാസത്തിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു വയ്യായികയൊക്കെ. അപ്പൊ ദേ ഞാന് നമ്മുടെ ഒരു ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് എന്ന് പറയുമ്പോൾ ഗ്യാസ് അടുപ്പാണ് കേട്ടോ. അതിൽ വെച്ചിട്ട് ഞാൻ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. നെയ്യ് എത്രത്തോളം ഇടുന്ന അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ കണ്ടമാനം ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും കേട്ടോ. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ്. ഓയിലല്ല, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. കൂടുതലും നെയ്യാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അങ്ങനെ ദേ കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ എന്തുട്ടാ, കുരുമുളക്, അങ്ങനെ കറ്റോല, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സവാള, ക്യാരറ്റ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഇതൊക്കെ കുറച്ച് മതി കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് വാടൊന്നും വേണ്ട കേട്ടോ. അതിനുശേഷം ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന കണക്കിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കിത് എല്ലാവർക്കും കൂടെ തികയോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഭാഗ്യത്തിന് എല്ലാവർക്കും ഫുഡ് തികഞ്ഞ കേട്ടോ. അങ്ങനെ ഇത് തിളക്കുമ്പോൾ വേണം നമ്മൾ അരി ഇടാനായിട്ട്. ഒരു 15 മിനിറ്റ് നമ്മൾ അരി സോക്ക് ചെയ്ത് വെക്കണം, എന്നാലേ വേവ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കൂടുതലും സോസ് പാനിലാണ് വെക്കാറുള്ളത്. അപ്പൊ ഇതില് എന്റെ സോസ് പാൻ എന്ന് പറയുന്നത് ചെറുതാണ്. നമുക്ക് പാത്രങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അതിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ വെക്കുന്നത്. അപ്പൊ അത് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ നോക്കാട്ടോ. ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് ശകലം ഇത്തിരി പൊന്തി നിൽക്കണം ഉപ്പ്. അതിനുശേഷം ഈ ആ ഒരു കണ്ടീഷനിൽ എത്തുമ്പോൾ നമ്മൾ തീ മിനിമൈസിൽ ഇട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തിരിച്ചു മറിച്ചിടാം, എന്നിട്ട് അടച്ചു വെക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ നെയ്യില് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 5 മിനിറ്റിന് ശേഷം ഈ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ക്യാമറ പിടിച്ചിട്ട് തുറന്നിട്ട് എന്റെ കൈയൊക്കെ പൊള്ളിട്ടോ.
നമ്മുടെ മറ്റേ സോസ് പാനിൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു മൂടിയല്ലേ, ഇതെന്ന് പറയുമ്പോൾ മൂടി വ്യത്യാസം ഉണ്ടല്ലോ. അത് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും അമ്മ അവിടെ എന്താണ് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ മഴയുടെ ഒരു ലക്ഷണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയൊക്കെ തൂവി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇനി ആർക്കെങ്കിലും ബിരിയാണി ഇഷ്ടമല്ലെങ്കിൽ ചോറ് കൊടുക്കാലാന്ന് വെച്ചിട്ട്. അപ്പോഴേക്കും 3 മണിയായി. അപ്പൊ എനിക്ക് 3:30 സുക്രൂന് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരണം. അപ്പൊ അതിന് മുന്നേ ഞാൻ 3 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം എനിക്ക് മിൽക്ക് മെയ്ഡ്, ടാങ്ക് അങ്ങനെ കുറച്ച് വറവൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പുല്ലൂറ്റ് ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ അതൊക്കെ മേടിച്ചത്. അതിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സുക്രൂന്റെ നഴ്സറി. അപ്പൊ സുക്രു നഴ്സറിയിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സുക്രുവിന്റെ ഫ്രണ്ടാണ് കേട്ടോ അത് ആദിഷിന്റെ അമ്മയാണ് ഹരിത. അപ്പോ എനിക്ക് അമൃതം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. തുമ്പിമോൾക്ക് അമൃതം പൊടി നഴ്സറിയിൽ നിന്ന് കിട്ടുമല്ലോ, അപ്പൊ അതുണ്ടായിരുന്നു. അപ്പൊ അവനോട് ഹായ് ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ട് ആദ്യം ഹായ് ഒന്നും കാണിച്ചില്ല കേട്ടോ. അവൻ കളിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ സുക്രു ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവനെയും കൊണ്ട് എനിക്ക് വേഗം തന്നെ പോണം, കാരണം ഇനി പായസം വെക്കാനുണ്ട്. അപ്പൊ ഞാൻ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചു. ഇതിപ്പോ നമ്മൾ പായസത്തിന് എടുത്തതിന് ശേഷം തുമ്പിക്ക് കൊടുക്കാലോ എന്ന് വെച്ചിട്ടാണ് ഇത്തിരി കൂടുതൽ വാങ്ങിച്ചത്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു കേക്ക്, പിന്നെ മിൽക്ക് മെയ്ഡ്, ടാങ്ക് എന്ന് പറയുമ്പോഴേ നാരങ്ങയുടെ ടാങ്ക് ആയിരുന്നു. അത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആർക്കും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാലും ടാങ്ക് ആയിട്ട് അത് അവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സുക്രു നേഴ്സറിയിൽ നിന്ന് വന്നപ്പോൾ സുക്രുവിന് ഒരു മുട്ടയും പിന്നെ എന്നിട്ട് ദോശയും കൊടുത്തു. അപ്പൊ പായസത്തിന്റെ ഒരു പണിയിലാണ് കേട്ടോ. ഫുള്ള് ഷൂട്ട് ചെയ്തില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞ, കാരണം പായസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പണി പാളും. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാത്രം ഷൂട്ട് ചെയ്തുള്ളൂ. പായസം കൊളായി കഴിഞ്ഞാൽ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്യാതിരുന്നത്. അങ്ങനെ പായസം നമ്മുടെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. പായസം എന്ന് പറയുന്നത് സുചേട്ടനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പായസം എന്ന് പറയുന്നത്. മധുരമുള്ള ഐറ്റംസ് ഒക്കെ സുചേട്ടന് വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പായസം ആള് കുറെ കുടിക്കും. അപ്പൊ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഞാൻ പായസം. ഞാൻ പറഞ്ഞല്ലോ പാത്രങ്ങൾ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ മിതമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടാങ്ക് കലക്കിയിട്ടുണ്ട്. എനിക്ക് കളർഫുൾ ആയിട്ടുള്ള വെള്ളമാണ് ഇഷ്ടം, പക്ഷെ ഇത് അങ്ങനെയല്ല. പിന്നെ ഞാൻ സുക്രുവിന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ അത്. പിന്നെ ഇത് തുമ്പിക്ക് ബർത്ത്ഡേക്ക് മേടിച്ച ആ ഒരു ഡ്രസ്സും പിന്നെ ഒരു ഷൂ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ അവളുടെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ സുധിച്ചേട്ടൻ വന്നിട്ട് നമുക്ക് കൊടുങ്ങല്ലൂർ ഒന്ന് പോകണം. നമ്മള് തുമ്പി മോൾക്ക് ഒരു കുഞ്ഞി കമ്മല് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് പോകണം. പിന്നെ കേക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ഞാൻ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. പുതിയതൊന്നും അല്ല കേട്ടോ, എന്റെ ഓൾറെഡി എനിക്കുള്ള ഡ്രസ്സാണ്. അങ്ങനെ അമ്മയും ഞാനും കൂടെ ഒക്കെ ഇരുന്ന് കുറെ ഇങ്ങനെ വീർപ്പിച്ചു. അതിനുശേഷം നമ്മൾ കൊടുങ്ങല്ലൂർ പോവാൻ കേട്ടോ. അപ്പൊ സുക്രു വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, മാറ്റിയൊന്നും കൊടുത്തില്ല കേട്ടോ. അപ്പൊ വേഗം പോയി വേഗം വരാമല്ലോ. പക്ഷെ എന്താണ് മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും അച്ഛനും എന്റെ അനിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയന്റെ പേര് ശബരി എന്നാണ്. വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ നാത്തൂനും മോനൊക്കെ വൈകുന്നേരം വരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 7 മണിക്കാണ് കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ കൊടുങ്ങല്ലൂർ പൂർണിമ ജ്വല്ലറിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ തുമ്പിമോക്ക് ഒരു കുഞ്ഞി കമ്മലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. കുഞ്ഞി ജിമിക്കിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ചേരമാന്റെ അവിടെയുള്ള വിംബീസിലേക്ക് പോയി നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കൊടുങ്ങല്ലൂർ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ കേക്ക് എടുത്തു. പിന്നെ ഒരു ഐസ്ക്രീമുകൾ കുറച്ച് വാങ്ങിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ നേരെ വീട്ടിലോട്ട് എത്തിയിട്ട് വരണ വഴി നല്ല മഴയായിരുന്നു. മഴയൊക്കെ നനഞ്ഞിട്ടാണ് വന്നത്. അതിനുശേഷം ഇവിടെ വന്നിട്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ട് ഇവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുക്കുറുവിന്റെ ഡ്രസ്സും തുമ്പിയുടെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള ആ ഒരു ഡ്രസ്സും ഒക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. നമ്മൾ മാത്രം ഇങ്ങനെ ചെയ്തെന്നുള്ളൂ കേട്ടോ, വേറെ ആരുമല്ല. നമ്മൾ മാത്രമാണ് ഈ ഒരു ബലൂൺ വീർപ്പിച്ചത് ഇതൊക്കെ. അപ്പൊ ചേച്ചിയും ഉണ്ണിക്കുട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവര് കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇതാണ് ചേച്ചി, മിനി എന്നാണ് പേര്. എന്റെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇതാണ് ഉണ്ണിക്കുട്ടൻ. ശബരിത പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. തുമ്പിമോളുടെ ഒരു കുഞ്ഞി കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ തുമ്പിയുടെ കേക്ക്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ കേക്ക്. നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിന്റെ ബാക്കിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ല നമ്മുടെ വൈറ്റ് ഫോറസ്റ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിക്കുകയാണ്. അപ്പൊ സുക്രൂനി തൊപ്പി ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞല്ലോ, സുക്രൂനി തൊപ്പി അവനെ വെക്കുള്ളൂ. അവൻ സമ്മതിച്ചില്ല തുമ്പിനെ കൊണ്ട് വെപ്പിക്കാൻ. പിന്നെ എല്ലാരും പറഞ്ഞു അവൾക്ക് ആ ഒരു കുഞ്ഞി കിരീടം വെച്ചിരിക്കണോണ്ട് തൊപ്പി വെക്കേണ്ട, അതാണ് ഭംഗി എന്ന് പറഞ്ഞു. അപ്പൊ തുമ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുമ്പി കൊടുത്ത കേക്കൊക്കെ എല്ലാം തിന്നുന്നുണ്ട് കേട്ടോ. അവൾക്ക് കേക്ക്, പായസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ നമ്മള് കേക്കൊക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പൊ എനിക്ക് വളരെ സന്തോഷം
സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് ഇത്. എനിക്ക് ശരിക്കും കേക്കൊക്കെ മുറിച്ചപ്പോഴും ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. എൻ്റെ മോൾക്ക് 1 വയസ്സായി. അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കൊരു മോള് ജനിക്കുന്ന, അങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ദൈവമായിട്ട് അപ്രതീക്ഷിതമായിട്ട് തന്നിട്ടുള്ളൊരു നമ്മുടെ ഒരു മുത്താണ് തുമ്പിമോള്. ഞാന് സുക്രു ജനിച്ചപ്പോ വിചാരിച്ചു എനിക്ക് ഇനി ഒരു പെൺകുട്ടി, അങ്ങനെ നമ്മള് രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വളരെ സെന്റിയായി പോകുന്നു. അങ്ങനെ ദേ നമ്മള് ചേച്ചിയൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ എന്താണ് സംഭവം എന്നൊന്നും, അപ്പൊ അതേ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു വലിയ പെട്ടിയാണെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു പെട്ടി മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ചെറിയൊരു സാധനം ആണെന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചെറിയൊരു സാധനമല്ല, ആ ഒരു ഇങ്ങനത്തെ ഒരു വണ്ടിയില്ലേ, ആ ഒരു വണ്ടിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതേ തുമ്പിനേക്കാൾ ഇൻട്രസ്റ്റ് സുക്രുവിനാണ് കേട്ടോ. കണ്ടപ്പോ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും കുറെ നാളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇവർക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി മേടിക്കണം എന്ന്. ഇവർക്ക് ഇതുവരെ ഇങ്ങനത്തെ വണ്ടിയൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അതേ എനിക്കും ഭയങ്കര സന്തോഷമായി ഈ ഒരു വണ്ടി കണ്ടപ്പോ. കാരണം സുക്രുവിന് വളരെ ഇഷ്ടമാണ് ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ ഇരിക്കാനായിട്ട്. കാര്യം തുമ്പിക്കാണ് മേടിച്ചതെങ്കിൽ ഇതിന് ഉപയോഗിക്കാൻ പോകുന്നത്, ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ സുക്രു ആയിരിക്കും കേട്ടോ. അപ്പൊ അതേ തുമ്പി നല്ല ഇടച്ചിലാണ് കേട്ടോ. ചിലപ്പോ അവൾക്ക് ചൂടെടുക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടച്ചില്. അപ്പൊ അതേ സുക്രു ആണ് ഇതിൽ കയറിയിരിക്കാൻ നോക്കുന്നത്. പക്ഷെ തുമ്പിനെ ഇരുത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതേ തുമ്പിനെ ഇരുത്തി അവർ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് ഈ ഒരു മാലയാണ് കേട്ടോ എൻ്റെ അമ്മ തുമ്പിക്ക് കൊടുത്തിട്ടുള്ള മാല. അപ്പൊ അതേ ഫുഡൊക്കെ കഴിക്കാറായി, കരിമീനൊക്കെ വറുത്തു. അതിനുശേഷം എല്ലാവർക്കും ഫുഡ് കൊടുക്കാണ് കേട്ടോ. അപ്പൊ അച്ഛൻ ചോറാണ് തിന്നത്, ബാക്കി എല്ലാവർക്കും ബിരിയാണിയൊക്കെ കൊടുത്ത് എല്ലാവരും പിന്നെ വർത്താനമൊക്കെ പറയും, കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും പോയിട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ അതേ നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി, ഷീജ ചേച്ചി, സുക്രുവിനും തുമ്പിക്കും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം തുമ്പിയും സുക്രു ഒക്കെ കിടന്നുറങ്ങാറായിട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ.